ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങന്റെ കാര്യത്തിൽ ഇടപെടുന്നവരെ രോഗമായാലും കടമായാലും ജോലിയില്ലാത്ത അവസ്ഥയായാലും സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയായാലും എന്റെ പരീക്ഷണങ്ങൾ എന്ത് തന്നെയായാലും നടപടി 20:11 അനുസരിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ പോലെ എന്റെ പരീക്ഷണങ്ങളിലൂടെ ദൈവസ്നേഹത്തോടെ ദൈവവിശ്വാസത്തോടെ അങ്ങയെ പരിചരിക്കുവാൻ ദൈവവേല ചെയ്യുവാൻ എനിക്ക് ശിഷ്യനെ അടുത്ത പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകണമേ. സമയങ്ങളിൽ ആത്മാവിൽ ജ്വലിച്ച് ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. കരങ്ങൾ ഈശോയെ പിടിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകത്താൽ ആഴമായ അനുതാപം ഞങ്ങൾക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെരമ്യാ 23:5 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. യെരമ്യാ 23:5 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെരമ്യാ 23:5 ഇതാ ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. ഇതാണ്, ഇതൊരു പ്രവചനമാണ്, വാഗ്ദാനമാണ്. എന്താണ്? ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ ഈശോയെക്കുറിച്ച് പറഞ്ഞതാണ്.
രക്ഷകനെക്കുറിച്ചുള്ള ഇമ്മാനുവൽ പ്രവചനങ്ങളുടെ ഒരു ഭാഗമാണിത്. ഇതൊരു പ്രവചനമാണ്. ഈ പ്രവചനം ഒരു വാഗ്ദാനമാണ്. വാഗ്ദാനം ഒരു കവനൻറ്റിൻ്റെ ഭാഗമാണ്. ഞാൻ കവനൻറ്റിൻ്റെ ബലത്തെക്കുറിച്ച് പറയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഉടമ്പടിയുടെ ബലത്തെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഉടമ്പടിയുടെ ബലമെന്ന് പറയണത് അതിൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ ദൈവം വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ ഏത് വേരിൽ നിന്നാണെങ്കിൽ പോലും ശാഖ മുളക്കും. ഐസയ 11:5. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഐസയ 11:5. ശ്രദ്ധിക്കട്ടെ. യേശയ്യ 11:5. നീതിയും 11:1 ജസ്സയുടെ കുറ്റിയിൽ നിന്ന് പറഞ്ഞേ, ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും. അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. പ്രൈസ് ദി ലോർഡ്. ഈശോനെ കുറിച്ച് പറയണതാണ്. ഈശോനെ കുറിച്ച് പറയുന്ന ഈ ഐസയ പ്രവചനം 11:1 എന്നോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. 23:5 ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ജെറമിയായുടെ. അതായത് ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ നീ ഒരു വേര് മാത്രമാണെങ്കിൽ തായ്തടിയൊന്നുമില്ല, ശാഖയുമില്ല, സഹായിക്കാനോ ആരുമില്ല, നോക്കാനും തിരക്കാനോ ഒന്നുമില്ല. വിശ്വാസത്തിൻ്റെ ഒരു വേര് മാത്രം നിൻ്റെ ഉള്ളിലുണ്ട്. ആ വിശ്വാസമാണ് വാഗ്ദാനങ്ങളെ വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ വേര് തന്നെയാണ് ഉടമ്പടി പ്രകാരം നിന്റെ ജീവിതത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനം കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കളെ, ഒരു കവനൻ്റെ ഒരു നേച്ചറാണ്. അതായത് തായ്തടിയൊന്നും വേണ്ട, ശാഖയൊന്നും വേണ്ട, ഒരു വേരുണ്ടായാൽ മതി. കവനൻ്റെ ആ വേരിൽ നിന്ന് നിൻ്റെ കുടുംബത്തെ കർത്താവ് ഉയർത്തിക്കൊണ്ടുവരും. ഒരു വിശ്വാസത്തിൻ്റെ വേര്, അല്ലെങ്കിൽ ചെറിയൊരു സാധ്യത, നീ അത് ഉപേക്ഷിച്ച് കളഞ്ഞതാകാം. ഇപ്പം 13 വർഷമായിട്ട് ജോലിയില്ലാതെ ഇരിക്കുന്ന ആൾക്കാരല്ലേ. പക്ഷെ കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഒറ്റ ഉടമ്പടിയിൽ അവരുടെ ജീവിതം മുഴുവനും ഈ 13 കൊല്ലത്തെ ജീവിതം. ഇപ്പം ചിലർ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ തന്നെ മനസ്സുകൊണ്ട് ദൈവത്തോട് നന്ദി പറയും. എന്താ കാര്യത്തിൽ അവർ എല്ലാം ചെയ്ത ആൾക്കാരാണ്. എന്താണ്, അവർ ട്രീറ്റ്മെൻറ്റിന് പോയി, മക്കളില്ല, IUI എടുത്തു, മക്കളില്ല, IUF എടുത്ത്, മക്കളില്ല, ഇനി ഉണ്ടാവത്തെന്ന് ഡോക്ടർ പറഞ്ഞു, കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചിലരോട് ചോദിക്കുമേ, യൂട്രസ് എടുത്ത് മാറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞ യൂട്രസ് ഉണ്ടാച്ചാന്ന് പറയും. അതാണ് വേരെന്ന് പറയണത്. IUI എടുത്ത്, IVF എടുത്ത്, പക്ഷേ അതേസമയം തന്നെ മക്കളുണ്ടാകത്തില്ല, ഭർത്താവിന് ബീജത്തിന് ഓട്ടമില്ല, അതുപോലെ തന്നെ അക്കൗണ്ടില്ല, അതുപോലെ തന്നെ വൈഫിനും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെയാണ് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവ് നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. ആ വാഗ്ദാന പ്രകാരം എൻ്റെ മക്കളെ എന്തെങ്കിലും ഒരു സാധ്യത, നീ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതയാണ് ജസ്സയുടെ നിന്നെ സംബന്ധിച്ചുള്ള വേരെന്ന് പറയണത്. ആ വേരിൽ കർത്താവ് ശാഖ മുളപ്പിക്കും. അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. അത് ഉടമ്പടി നിവൃത്തിയാക്കുന്നതാണ്. നിന്നെ സാക്ഷ്യമാക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ശ്രദ്ധിക്കട്ടെ.
യേശുവേ. ഞാൻ ഇനി യോഹന്നാൻ 11:21 എടുത്ത വചനങ്ങൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യോഹന്നാൻ 21:5. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. 21:6 എടുത്തേ. അവൻ പറഞ്ഞു, വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ആ വചനത്തിന്റെ ഘടന നോക്കണം. എന്താണ്? യേശു വെളുപ്പാൻ കാലത്ത് അപ്പോസ്തലന്മാരുടെ അടുത്ത് വരികയാണ്. എന്നിട്ട് ഒരു സിറ്റുവേഷൻ അറൈസ് ചെയ്യും. കർത്താവിനറിയാമേ രാത്രിയാണ്, രാത്രി മുഴുവൻ അവർ പണിപ്പെട്ടതാണ്, ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് വരണത്. അപ്പോൾ എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ? നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്? ജോലിയില്ലേ, വീടില്ലേ, വിവാഹം നടക്കണില്ലേ, കുഞ്ഞുങ്ങളില്ലേ, വീട്ടിൽ തല്ലാണ്, നിങ്ങൾ ഡൈവേഴ്സിലാണ്, ഡൈവേഴ്സ് ആകാൻ പോവുകയാണ്, അമ്മയമ്മയും നത്തിന് ഒരു സൈഡ് നിൽക്കണം, നിങ്ങളെ പുറത്താക്കാൻ പോവുകയാണ്. എല്ലാം കർത്താവിന് അറിയാം, എവരിത്തിങ് അറിയാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെല്ലാം ഈശോയ്ക്ക് അറിയാം. അപ്പം അറിഞ്ഞാലും ആ ഇല്ലായ്മയിൽ നിന്ന് ഒരു കൃപാസനം ഉണ്ടാക്കും ദൈവം. കൃപാസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ഇരിപ്പിടത്തിലാണ് കൃപാസനം. സ്പേസ് ഓഫ് ഗോഡ്. ഒരു സ്പേസ് ഓഫ് ഗോഡ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ ഇല്ലായ്മയിൽ. അപ്പോൾ ഈശോ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവരോട് ചോദിക്കണത് എന്താണ്? കുഞ്ഞുങ്ങളെ, മീൻ വല്ലതും ഉണ്ടോ? അപ്പോഴവരെന്താ പറയണത്? ഇല്ല. ഇല്ല എന്നുള്ള സിറ്റുവേഷൻ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. ഈ ഇല്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതായത് ഇല്ലായ്മയിൽ നിന്ന് ലോകം മുഴുവനും ഉണ്ടാക്കിയ ഒരു വചനം പ്രവർത്തിക്കാൻ പറ്റിയ പോസിറ്റീവ് ക്ലൈമറ്റാണത്. ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടുകാരില്ലെന്ന് പറഞ്ഞതല്ല, കൈ കാഴ്ചകൊണ്ടില്ലെന്ന് പറയത്തില്ല, അതല്ല, കള്ളത്തരം അതല്ല. മറിച്ച് സത്യസന്ധമായിട്ടില്ല എന്നൊരു സിറ്റുവേഷനാണ് നിനക്കുണ്ടെങ്കിൽ അത് ഒരു ദൈവത്തിൻ്റെ ഒരു സ്പേസാണത്, സാധ്യത. അപ്പോൾ ഈശോ എന്താ പറയണത്? ഇല്ല എന്നവർ പറഞ്ഞില്ലേ? മീൻ വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന്. ഇപ്പം നിങ്ങളോട് ചോദിക്കും ജോലിയുണ്ടോ, മക്കളുണ്ടോ, സമാധാനമുണ്ടോ? അപ്പോൾ നിങ്ങളെന്താ പറയാൻ പോണത്? ഇല്ല എന്ന് പറയും. ഇല്ല എന്ന് പറഞ്ഞാൽ ഈശോ ടെടാ ചോദിക്കും വലതുവശം ഉണ്ടോ എന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? ഇല്ല എന്ന് നിങ്ങൾ എന്തെങ്കിലും ഇല്ല എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അടുത്ത ചോദ്യം എന്താണ്? വലതുവശമുണ്ടോ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വശമുണ്ടോ, വിശ്വാസത്തിൻ്റെ വശമുണ്ടോ? അതാ ചോദ്യം. ദൈവത്തിൻ്റെ വശമുണ്ടോ എന്ന് പറയുമ്പോൾ നിങ്ങളെന്ത് പറയണം? ഉണ്ടെന്ന് പറയണം. എന്നാൽ പിന്നെ കർത്താവ് പറയും അവിടെ വലയിറക്കാൻ പറയും. നിങ്ങൾ ഓർക്കണം, അപ്പോസ്തലന്മാർ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്താ ചിന്തിച്ചിരിക്കണത്? കർത്താവ് അപ്പോസ്തലന്മാർ പറയണത് രാത്രി മുഴുവനും സിറ്റുവേഷൻസ് അതാ. വെളുപ്പിനല്ലേ വരണത്, വെളുപ്പിനല്ല. നമ്മൾ ലൂക്ക 5:5 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. ലൂക്ക 5:5. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. സിറ്റുവേഷൻ സെയിം. ലൂക്ക 5:5 രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടാത്ത സിറ്റുവേഷൻ തന്നെയാണ് യോഹന്നാൻ 21:5 രാത്രി മുഴുവൻ അധ്വാനത്തിന് വെളുപ്പിനാണ് ഈശോ വരണത്. അപ്പോൾ അവർ പറയും രാത്രി മുഴുവൻ അധ്വാനത്തിന് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇത്രയും നാൾ പല ഓഫർ ലെറ്റർ വന്ന് പല ഇൻ്റർവ്യൂവിന് പോയി പല പരീക്ഷയ്ക്ക് പോയി ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അത് പഴയ കഥയല്ല, പുതിയ കഥയാണത്. അപ്പോൾ ഈശോ ചോദിക്കുന്നത് എന്താണ്? വലതുവശം ഉണ്ടോ എന്ന് ചോദിക്കും, അത്രേ ഉള്ളൂ. വലതുവശം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വശമുണ്ടോ, വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വലതുവശത്ത് വലയിറക്കാൻ പറയും. അപ്പോൾ പത്രോസ് സ്രാങ്കല്ലേ, സ്രാങ്ക് പറയും ഒരു മീനും കാണാതെ എന്തിറക്കിറക്കാനാണെന്ന് ചോദിക്കും. പക്ഷേ പത്രോസ് ചോദിച്ചില്ല. കാര്യം എന്താണ്? മീനില്ലാത്തിടത്ത്
കർത്താവ് വലയിറക്കാൻ പറഞ്ഞാൽ ഇറക്കാനുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ മീൻ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നിന്റെ ദൈവത്തിനാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കിണറിന് ആൾക്കാർ ഈ സ്ഥാനം കാണത്തില്ലേ, വെള്ളം ഉണ്ടോ എന്ന് നോക്കത്തില്ലേ. അപ്പോൾ ഒരു തേങ്ങയൊക്കെ പിടിച്ചുകൊണ്ട് നടക്കില്ല ചില ആൾക്കാർ. തേങ്ങ കറങ്ങണ കണ്ടില്ലേ, വെള്ളമുള്ള സ്ഥലത്ത് വരുമ്പോൾ തേങ്ങ കറങ്ങി ഈ മനുഷ്യനെ ഉരുട്ടി താഴെ ഇടും, വെള്ളമുള്ള കറണ്ടുള്ള സ്ഥലത്താണെങ്കിൽ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ പണ്ട് പാരമ്പര്യപ്രകാരം വെള്ളം കാണുന്നൊരു പരിപാടിയാണ്. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അവിടെ കിണർ കുത്തത്തുള്ളൂ. പക്ഷേ വിശ്വാസം എന്ന് പറയുന്ന ചില സമയത്ത് ഇല്ലാത്ത വെള്ളത്തിൽ മുങ്ങണ പരിപാടിയാണ്. മീൻ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചില്ലേ, മീൻ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചില്ലേ. അപ്പോൾ അവരെന്താ പറഞ്ഞത്? ഇല്ല. എങ്ങനെ? രാത്രി മുഴുവൻ അധ്വാനത്തിൽ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പിന്നെ എന്താ പറയണത്? 10 ദിവസം പണ്ട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. കവനൻ്റാണ്, ഉടമ്പടിയാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇനി എൻ്റെ അധ്വാനത്തിൻ്റെ വലതുവശം നോക്കുകയാണ്. വിശ്വാസത്തിൽ ഉടമ്പടി ഒരു വലതുവശത്ത്, മീൻ കാണാതെ വലതുവശത്ത് വലയിറക്കണ സൂത്രമാണ്. അപ്പം നിങ്ങളോർക്ക് ഇതൊരു സാങ്കല്പികമായിട്ട് പറയണമല്ല, ഞാൻ സാങ്കല്പികമായിട്ട് പറയണമല്ല, ഞാൻ ജീവിക്കുന്ന ജീവിതമാണത്. പണ്ട് എന്നോടൊരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞേ, അച്ഛാ സെൻട്രൽ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പിന് ഓഫർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സീനിയർ ഫെലോഷിപ്പ് കേരളത്തിൽ 2 പേർക്ക് കിട്ടും. കേരളത്തിൽ 2 പേർക്ക്, എൻ്റെ ലൈഫ് ഹിസ്റ്ററിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ 2 പേർക്ക് കിട്ടും സീനിയർ ഫെലോഷിപ്പ്. വെച്ച് കഴിഞ്ഞാൽ ഓരോ കൊല്ലം തോറും ഗവൺമെൻറ് സബ്ജക്റ്റ് മാറ്റും. അപ്പോൾ കൾച്ചറിൽ കിട്ടും, സയൻസിൽ കിട്ടും, മാത്തമാറ്റിക്സിൽ കിട്ടും, കോൺട്രിബ്യൂഷൻ ഉള്ളവർക്ക് കിട്ടും. കൾച്ചറിൽ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളവർ, മാത്തമാറ്റിക്സിൽ പുതിയ തിയറങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളവർ, ഫിസിക്സിൽ പുതിയ സൊല്യൂഷൻ, കെമിസ്ട്രിയിൽ പുതിയ സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ളവർ, അങ്ങനെ ഓരോ കോൺട്രിബ്യൂഷൻ ഉള്ളവർക്ക് സീനിയർ ഫെലോഷിപ്പ് കിട്ടും. കേന്ദ്ര ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പാണ്. അത് നമ്മുടെ ഒരു പ്രോജക്റ്റാണ്. 2.5 ലക്ഷം രൂപ കിട്ടും. നമ്മൾ പ്രോജക്റ്റ് എല്ലാ മാസവും ഡൽഹി സമർപ്പിക്കണം. അങ്ങനെ തിരഞ്ഞെടുത്ത അതൊരു കേരളത്തിൽ നിന്ന് മൊത്തം ഓരോ സ്റ്റേറ്റിന് പോരുന്നതാണ്. കേരളത്തിൽ നിന്നൊരു 10-100 പ്രോജക്റ്റുകളുണ്ടാകും. അപ്പോൾ ഞാൻ മനോരമ നോക്കിയപ്പോൾ ഫിസിക്സിനാണ് വിളിച്ചിരിക്കുന്നത് സീനിയർ ഫെലോഷിപ്പ്. എനിക്ക് ഫിസിക്സുമായിട്ടൊരു ബന്ധമില്ല. എനിക്ക് ബന്ധമുള്ളത് സാംസ്കാരിക കലാ പൈതൃകങ്ങളാണ്. അപ്പോൾ ഉടനെ ഫിസിക്സിന് വിളിച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ഫിസിക്സ് ഒന്നും അറിയാൻ പാടില്ല, എനിക്കറിയാവുന്ന സംഭവം ഇതാണ്, ഈ സാംസ്കാരിക കലാപൈതൃകങ്ങൾക്ക് ഒരു എൻസൈക്ലോപ്പീഡിയ എഴുതണം. അപ്പോൾ എൻസൈക്ലോപ്പീഡിയ പ്രോജക്റ്റ് ഞാൻ വിടാൻ പോവുകയാണ്, ബാക്കിയുള്ള അമ്മ നോക്കാൻ പറയും. അപ്പം നിങ്ങളാണ് വിടത്തില്ല, നിങ്ങളറിയാം ഇത് ബുദ്ധിയില്ലാത്ത പണിയല്ലേ. ഫിസിക്സിന് ചോദിക്കുക വല്ല മണ്ടന്മാരും ചവിട്ടുകാടത്തിന് വിടുക, അതാണ് ഇറ്റ്സ് നോട്ട് സെൻസ്. പക്ഷേ എനിക്കത് സെൻസാണ്, കാര്യം ഞാൻ വിശ്വാസിയാണ്. എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട് മീൻ കണ്ടിട്ടല്ല പറഞ്ഞത് വലതുവശത്ത്. കർത്താവ് പറഞ്ഞു മീൻ കാണുന്നത് അത് വലതുവശത്ത് വലയിടന്നാ പറഞ്ഞു. മീൻ കണ്ടില്ല, വലതുവശം കർത്താവ് പറഞ്ഞ് ഇട്ടു. അവിടെ മീൻ കൊണ്ടുവരേണ്ട ചുമതല ആരുടേതാണ്? പറഞ്ഞവൻ്റെ ചുമതലയാണ്, നമ്മുടെ ചുമതല അല്ല. ഞാൻ ഫിസിക്സിന് പകരം ചവിട്ടുകാടത്തിന് പ്രൊജക്റ്റ് വിട്ട്. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് പ്രഖ്യാപിച്ചു. പാലക്കാടത്തെ ഒരു ആളിനും എനിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ 10-17 വർഷം ആ പ്രോജക്റ്റ് 5 കൊല്ലം 2 കൊല്ലം കൊണ്ട് ഞാൻ തീർത്തു കൊടുത്തെങ്കിലും അതിൻ്റെ ബാക്കി വർക്കുകൾ കേരളം മുഴുവൻ ചുറ്റുനടന്ന് ചെയ്യണമെങ്കിൽ എനിക്ക് 10-14 കൊല്ലം വേണ്ടി വന്നു. ഞാൻ ചെയ്തു. അത് കേരള ഫ്ലോക്ലർ അക്കാഡമി പ്രസൻറ്റ് ചെയ്തു. അവരത് എൻസൈക്ലോപ്പീഡിയ പ്രസിദ്ധീകരിച്ചു. അത് കേരള സാഹിത്യ അക്കാദമി വാങ്ങിച്ചിട്ട് എനിക്ക് ഈ 3 വർഷത്തെ ഏറ്റവും നല്ല ബുക്കിനുള്ള അവാർഡ് കേരള സാഹിത്യ അക്കാദമി തന്നു. അപ്പോൾ അതെന്താ പ്രശ്നം? ഇത് അനുഭവമാണ്. വലതുവശം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളൊക്കെ അച്ഛൻ ആകാശത്തില്ല. വിശ്വാസം ഒരു ജീവിതമാണ്, ഒരു നിലപാടാണത്. കർത്താവ് വലതുവശത്ത് മീനിനെ കണ്ടിട്ടില്ല,
അപ്പോസ്തലന്മാർ കണ്ടിട്ടില്ല. വലയിറക്കാൻ നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ്, ബാക്കിയുള്ള കാര്യം ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് നിനക്ക് ഗ്യാപ്പാണോ, നിന്നെ ആരും എടുക്കത്തില്ല, അല്ലെങ്കിൽ നിനക്കിനി പഠിക്കാൻ പറ്റത്തില്ല, നിനക്കൊരു വേരുണ്ടാ. നിൻ്റെ വിദ്യാഭ്യാസം കുലച്ച് നശിച്ച് നാറാണക്കല്ലും പറഞ്ഞിനി പഠിക്കാനുമില്ല, പഠിപ്പിക്കാനും ആളില്ലെന്ന് വിചാരിച്ചോ. പക്ഷേ വിശ്വാസത്തിൻ്റെ ഒരു വേരുണ്ടെങ്കിൽ ഉടമ്പടി പ്രകാരം വേരിൽ നിന്ന് കർത്താവിൻ്റെ ജീവിതം തളപ്പിച്ചെടുക്കുന്ന ദൈവമാണ് കൃപാസനത്തിൻ്റെ ഉടമ്പടിയുടെ ദൈവം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എല്ലാവരും എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക. മൗനമായിട്ട് കുറച്ച് നേരം ഈശോയെ നോക്കി മാതാവിൻ്റെ മധ്യസ്ഥത്തിന് നിന്റെ ഉടമ്പടി ഈശോയോട് പറയുക. പ്രേക്ഷിത പ്രവർത്തനം ദൈവസ്നേഹത്തിൽ ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ മേഖല ദൈവസ്നേഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ജീവകാരുണ്യ പ്രവർത്തനം ദൈവസ്നേഹ വിശ്വാസമില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ മേഖല ദൈവസ്നേഹം നിറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഏതെങ്കിലും മേഖലകളിൽ ഉടമ്പടി ഉത്തരവാദിത്തങ്ങൾ അവഗണിച്ചു പോയിട്ടുണ്ടെങ്കിൽ, തിഷ്ഠതയില്ലാതെ അത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ തീയാൽ എന്നെ അഭിഷേകം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. കർത്താവ് 36 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസനം അൾത്താരി ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ കൃപാസനത്തെ അൾത്താരയിൽ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനയുടെ ബലത്താൽ ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളുടെ മുഴുവൻ വേദനകളെ ഈശോ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ ഏറ്റെടുക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഉടമ്പടിയുടെ എല്ലാ മക്കളെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഉടമ്പടി മുടങ്ങിപ്പോയതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിലെ പരീക്ഷണങ്ങളുടെ വേലിയേറ്റത്തിലെ ഉടമ്പടി വേണ്ടത്ര നിർവഹിക്കാൻ പറ്റാതെ വന്നിട്ടുള്ള എല്ലാ മക്കളെയും ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. അവർ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ സട്ടകുടഞ്ഞെഴുന്നേറ്റ് കർത്താവിനോട് ചെയ്ത വാഗ്ദാനങ്ങൾ പുലർത്തുവാൻ ആവശ്യമായ ആത്മാവിനാൽ അവരെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവ് ഡൈവേഴ്സിൻ്റെ വക്കിലിരിക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഡൈവേഴ്സിൽ അകപ്പെട്ട് ഒരു വെർഡിക്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവ് നഷ്ടപ്പെടുത്താതെ ജീവിതം കരയേറ്റാനുള്ള ദൈവികമായ മാർഗങ്ങൾ അവർക്ക് കാണിച്ച് ഉപദേശിച്ച് കൊടുത്ത് അവരെ നിലനിർത്തി അവരുടെ കുടുംബത്തെ അവരുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ നിലനിർത്താൻ ദൈവിക ഉപായങ്ങളാൽ അവരെ അഭിഷേകം ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ നല്ല ജീവിത തടസ്സങ്ങൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ, തകർന്ന കുടുംബങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, ജോലി നഷ്ടപ്പെട്ടവർ, നഷ്ടപ്പെടാൻ പോകുന്നവർ, ഇവിടുന്ന് പണം അയച്ചു കൊടുത്തുകൊണ്ട് ജീവിതം അന്യനാട്ടിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവർ, അവിടെ വിസയുടെ കാലാവധി കഴിയാൻ പോകുന്നവർ, അവിടെ തന്നെ താമസിക്കുന്നവർക്ക് പാർപ്പിടമില്ലാതെ വിഷമിക്കുന്നവർ, കുടുംബജീവിതമില്ലാതെ വിഷമിക്കുന്നവർ, ഒഴുക്കിനൊഴുകിയപ്പോൾ ഉണ്ടാകുന്ന ഓരോ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളെ പകച്ചു നിൽക്കുന്നവരെ അവർക്കെല്ലാം പുതിയ വഴികളാൽ അനുഗ്രഹിക്കപ്പെടാൻ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം ആരാധന യേശുവേ ആരാധനയുടെ യോഗ്യതയാൽ ഉടമ്പടിയുടെ പുതിയ വഴികൾ എല്ലാ മക്കൾക്കും തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗർഭിണികളായ അമ്മമാർ, ഗർഭാവസ്ഥയിൽ രോഗാതുരമായ കുഞ്ഞുങ്ങളെ ഓർത്ത് നെഞ്ചുപൊട്ടി വേദനിക്കുന്നവർ, അവിടെ ഗർഭവയറിലെ കർത്താവ് നിന്നെ തിരുമുറുവാനെന്ന് വലത് കരത്താൽ ഇപ്പോൾ നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലെ കർത്താവ് നേരത്തെ ഡെലിവറി ആയിപ്പോകുന്ന സാധ്യതയുള്ളവർ, കുഞ്ഞുങ്ങൾക്ക് വയറ്റിൽ തന്നെ ഗർഭദശ ഒട്ടിസമുള്ളവർ, പലതരത്തിലുള്ള ആന്തരികമായ അവയവങ്ങൾ വരാത്തവർ, കുഞ്ഞുങ്ങൾ ഗർഭവാസ തൂക്കമില്ലാത്തവർ, വളർച്ചയില്ലാത്തവർ, ശ്വാസനാളികളിലെ കുഴപ്പമുള്ളവർ, അമ്മയെ ശ്വസിക്കുന്ന കൊണ്ട് മാത്രം വയറ്റിൽ കിടന്ന് ശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ, അപകട മേഖലയുള്ളവർ, ജീവൻ അപായപ്പെടുന്ന അവസ്ഥ ഉള്ളവർ, കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലതുകരം ഗർഭിണിക വയറിനെ സ്പർശിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമ്മയും കുഞ്ഞുങ്ങളും സംരക്ഷിക്കപ്പെടട്ടെ. ശ്രുതികട്ടെ. പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ എല്ലാ അമ്മമാരെയും ഈ ആരാധനയുടെ യോഗ്യതയാൽ ഈ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. ജീവിതയാത്രയിൽ തളരാതെ ഓടിയിടുക തിരുകൃപമതിലേക്ക് പാടുക. തങ്ക് പറഞ്ഞ്
യാത്രയിൽ ഈ വരു യാത്രയിൽ തിരുകൃപമതി. എൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ ഓരോ വശങ്ങളും അച്ഛനെ വെളിപ്പെടുത്തി തരാൻ വേണ്ടി എന്നെ സമർപ്പിച്ച് നിങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വിശുദ്ധമായ വലത് കരത്താൽ എന്നെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അവശതകളും ആത്മാവിൽ എന്നെ കാണിച്ചു തരണമേ കർത്താവേ. കർത്താവെ, ഒരു അറ്റാക്ക് കഴിഞ്ഞവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സിൽ അന്താളിപ്പുമായി ജീവിക്കുന്ന രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട്, ഭാര്യ എങ്ങനെ ജീവിക്കും, കുടുംബം എങ്ങനെ പുരും എന്നൊക്കെ വിചാരിച്ച് വേദനിക്കുന്ന രോഗികളെ ഇപ്പോഴ് അമ്മ മാതാവ് ഈ അൾത്താരെ പ്രത്യക്ഷപ്പെട്ടതാണെങ്കിൽ ആ പ്രത്യക്ഷങ്ങളുടെ സത്യത്താൽ ഈശോയുടെ ശക്തി ആ കുടുംബങ്ങളിലെ തകർന്നുപോയ കുടുംബങ്ങളിലെ മരണത്തോട് മല്ലെടുക്കുന്ന വ്യക്തികളിലെ യേശുവിൻ്റെ ശക്തി നിവേശിക്കട്ടെ. യേശുവിൻ്റെ ശക്തി കിഡ്നി രോഗികളെ ഡയാലിസിസ് ചെയ്യുന്നവർ, ഒരു ദിവസം ഒരാഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യുന്നവർ, അവരെല്ലാം സ്പർശിക്കണമേ. അവരുടെ കിഡ്നികളെ ഈ നിമിഷം പൂർവാവസ്ഥയിൽ ആരോഗ്യത്തോടെ കൊണ്ടുവരണമേ. അമ്മേ പരിശുദ്ധമ്മ ദേവമാതാവേ, മുതുകിന് വേദനയുള്ളവർ, ഹൃദയത്തിന് തകർച്ചയുള്ളവർ, മുറിവുകളുള്ളവർ, പല പ്രാവശ്യത്തിലുള്ള ശ്വാസം മുട്ടലുള്ളവർ, ആന്തരികമായ ബ്ലോക്കുകളുള്ളവർ, അവരെല്ലാവരെയും സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്ന. പതിരയിൽ രക്തോട്ടമില്ലാത്തവർ, പതിരയിൽ ഔഷധം സ്വീകരിക്കാത്ത പതിരകൾ, സ്വീകരിക്കാത്ത ശ്വാസകോശങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്പർശിക്കട്ടെ. അടിപ്പിടർ പോലെ പകിതാഖാനം പോലെ ദൈവികമായ ശക്തി മാരക രോഗങ്ങൾ വേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ. വരേണമേ, എന്നിൽ നിറയണമേ. വരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ശരീരം മുഴുവനും സിസ്റ്റുകളുള്ളവരുണ്ട്. ഓപ്പറേഷൻ കൊണ്ടും തന്നെ മാറുന്ന സിസ്റ്റുകളുണ്ട്. ഓപ്പറേഷൻ ചെയ്താലും മാറിയാലും പിന്നെയും വരുന്ന സിസ്റ്റുകളുണ്ട്. ജീവിതകാലം മുഴുവൻ പല തരത്തിലുള്ള മരുന്നുകൾ കഴിച്ച് വിഷമിക്കുന്നവരുണ്ട്. അവരെല്ലാം പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് കാരുണ്യത്തിൻ്റെ കൃപാസനം കുടീരങ്ങളിലെ അഭയം പ്രാപിക്കുന്നവരുടെ ദൈവത്തിൻ്റെ ആത്മാവ് നിറയാൻ വേണ്ടി ഇടിമിന്നൽ പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന. എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മക്കളെ ഓർത്ത് വേവലാതി കൊള്ളുന്ന 10,000-കണക്കിന് അമ്മമാരുണ്ട്. അതിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള മക്കളുണ്ട്. അവർക്ക് പലർക്കും അറിയാം ഈ കുഞ്ഞ് സുഖമാകത്തില്ലെന്ന്. പക്ഷെ അവർക്കൊരു വിശ്വാസമുണ്ട്, ഉടമ്പടിയിൽ അമ്മ എന്തെങ്കിലും ചെയ്യുമെന്ന്. ആ കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് കൃപാസ്ഥാനത്താരെ വരുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടായതിൻ്റെ പേരിൽ കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ മതിയായിരുന്നു. എന്തോന്നിനാ കല്യാണം കഴിച്ചത്? ഏത്
എൻ്റെ വികലമായ നിമിഷത്തിലാണ് എനിക്ക് ആ പൊട്ടത്തരം തോന്നിയത്. ജീവിതത്തെ ശപിച്ച് കഴിയുന്നവരുണ്ട്. ഭർത്താക്കന്മാരുടെ തോന്നിവാസവും രഹസ്യമായ ജീവിതവും ഭാര്യമാരുടെ തട്ടിപ്പ് ജീവിതവും ഒക്കെ കൊണ്ട് ജീവിതത്തിൽ തകർന്നു പോയവരെ പുരുഷന്മാരുണ്ട്. ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും കഴിയാതെ മനസ്സും ശരീരവും ആത്മാവും തളർന്നു പോയവരുടെ മേൽ കർത്താവിൻ്റെ കൃപ മഴ പോലെ ചൊരിയാൻ വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി, അവർ ശക്തി പ്രാപിക്കാൻ വേണ്ടി, അവർ ജീവൻ പ്രാപിക്കാൻ വേണ്ടി, അവർ ദൈവത്താൽ വീണ്ടെടുക്കപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. മഹത്വം ആരാധന ശരീരം മുഴുവനും ഊത്തറുള്ളവര്, സോറിയാസിന്റെ അസുഖമുള്ളവര്, വെള്ളപ്പാണ്ടുള്ളവര്, ത്വക്ക് രോഗികള്, തലയിൽ താരനും ചിരങ്ങും ചൊറിയും മാറാതിരിക്കുന്നവര്, ഉറക്കം വരാത്തവർ, ശരീരം ചൊറിഞ്ഞും മാന്തിയും ജോബിനെ പോലെ ഇരിക്കുന്നവര്, കിടന്നാൽ ഉറക്കം വരാത്തവർ, ഇരുന്നാൽ ഉറക്കം വരാത്തവർ, ശ്വാസം മുട്ടുന്നവര്, കർത്താവിൻ്റെ രക്തം അവരെ തുള്ളംകാലം മുതൽ ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം രോഗങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുത്ത ദൈവത്തിൻ്റെ രക്തത്താൽ അവർ സ്നാനം ചെയ്യപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഓ ദിവ്യകാരുണ്യമേ, അസ്ഥിരോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വാഹന അപകടത്തിന്റെ പേരിൽ അസ്ഥികൾ നുറുങ്ങിപ്പോയവര്, ആശുപത്രിയിലോ വീട്ടിലോ കർത്താവേ പരാശ്രയത്തോടെ മലമൂത്രങ്ങളെല്ലാം കട്ടിലായിരിക്കുന്നവര്, ഒരു സഹായം പോലും ഇല്ലാതെ വിധത്തില് അവിടെ മുഴുവനും മലമൂത്രത്തെ മണം കൊണ്ട് ദുർഗന്ധം കൊണ്ട് ജീവിതം ദുർഗന്ധമായി തീർന്നവരെ, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി രോഗിയും വീട്ടുകാരും ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ കഴിയുന്നവർ, കർത്താവേ നിന്റെ മലാഖമാരപ്പം ആ മുറികളിലേക്ക്, രോഗികളുടെ മുറികളിലേക്ക് വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, ജീവിതത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും അകൃത്യങ്ങളും അറിഞ്ഞ് കർത്താവിൻ്റെ നാമത്തിൽ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ടുള്ള ആത്മശക്തിയാൽ മക്കളെ ഇപ്പോൾ അഭിഷേകം ചെയ്തുകൊണ്ട് അവരെ ആ രോഗങ്ങളിൽ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വിവാഹോത്തവരാത്തവര്, മക്കളില്ലാത്തവര്, വഴിയില്ലാത്തവര്, വാടക താമസിക്കുന്നവര്, വാടക ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നവർ, വാടക കൊടുക്കാൻ പണമില്ലാത്തവർ, എല്ലാവരുടെ മേലും ഉടമ്പടിയുടെ പ്രകാരം ദൈവത്തിൻ്റെ കരുണ വാഗ്ദാനത്തിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് ജയിച്ചവരുണ്ട്, ഒത്തിരി പേർക്ക് നല്ല ശതമാനം മാർക്കുകളുണ്ട്. മാർക്ക് കുറഞ്ഞു പോയ കുഞ്ഞുങ്ങൾക്ക് വേദന ഉണ്ട്. അവിടെ വിദ്യാഭ്യാസം കുറച്ചു പോയോ, ഇനി അതിനുള്ള മാർഗമില്ലേ, ഞങ്ങളെ പഠിപ്പിക്കുമോ,
മാതാപിതാക്കന്മാർക്ക് പഠിപ്പിക്കാൻ മാർഗമില്ലാത്തവരുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പല കുഞ്ഞുങ്ങൾ വിഷമിക്കുന്നുണ്ട്. അവിടെ മാതാപിതാക്കന്മാർ നൊമ്പരപ്പെടുന്നുണ്ട്. ഹയറായിട്ടുള്ള എഡ്യൂക്കേഷന് വേണ്ടി അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഉടമ്പടി എടുത്തിരിക്കുന്നവരുണ്ട്. അവിടെ വരെല്ലാം ദൈവം ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നീ സഞ്ചരിക്കേണ്ട വഴി ഉപദേശിക്കുമെന്ന് പറഞ്ഞ സത്യ ദൈവം ആ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കന്മാർക്കും ജീവിതത്തിൻ്റെ പുതിയ വഴികൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ യേശു നാമത്തിൽ തെളിഞ്ഞു വരട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന. സ്വദേശത്തും വിദേശത്തും ജയിലിൽ കിടക്കുന്നവരും കേസുള്ളവരുമുണ്ട്. ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്തവരുണ്ട്. മനസ്സിലവർക്ക് അനുതാപമുണ്ട്. അബദ്ധം പറ്റിപ്പോയതാണ്, ഇനിയൊരു ജീവിതം കിട്ടിയ ദൈവമേ ഒരിക്കലും ഇങ്ങനെ ആ പാപത്തിൻ്റെ തെറ്റിൻ്റെ വഴികൾ നടക്കത്തില്ല. അങ്ങനെ അനുതാപമുള്ളവർക്കെല്ലാം അതിൽ നിന്ന് മോചനം കിട്ടാൻ പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ തിരുസരി സമർപ്പിച്ചുകൊണ്ട് വിടുതലിനായി പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം കണ്ണീരോടെ ഓരോരോ കാര്യങ്ങൾ മക്കളെയും ഭർത്താവിനെയും ജീവിത പങ്കാളിയെയും ഒക്കെ വിളിച്ച് പറയുമ്പോൾ നമുക്ക് കരയാനും ചങ്കിടിക്കലും വേദന അനുഭവിക്കാനും അല്ലാതെ ഒന്നും കഴിയണില്ല. പക്ഷെ ഉടമ്പടി എടുത്തിട്ടുള്ള സഞ്ചാരി മാതാവ് നിങ്ങളുടെ കൂടെ വരുമെന്ന് പറയും. തീർച്ചയായിട്ടും വിശ്വാസത്തോടെയാണ് നീ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മ അവിടെ എത്തിയിരിക്കും. അങ്ങനെ നമ്മൾക്ക് സഹായിക്കാൻ പറ്റാത്ത മേഖലയിൽ വിദൂരം അകപ്പെട്ടു പോരനുഭവിക്കുന്ന കണ്ണീര് തുടക്കാൻ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ നീളാൻ വേണ്ടി അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റാങ്ക് ലിസ്റ്റിൽ അകപ്പെട്ടിരിക്കുന്നവര് ഉൾപ്പെട്ടിരിക്കുന്നവര് ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകാൻ പോകുന്നതിന് നൊമ്പരത്തിൽ ഇരിക്കുന്നവര് ചില വിഷയങ്ങൾ കാരണം ഉദ്യോഗത്തിൽ പ്രവേശിക്കാൻ പറ്റാതെ ഇരിക്കുന്നവര് അവസാന പരീക്ഷയും എഴുതിക്കേണ്ട റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവര് വയസ്സ് കഴിഞ്ഞു പോയവർ കഴിയാൻ പോകുന്നവർ ഇനി ഒരു ജീവിതമുണ്ടോ എന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവർ ഒരു ജോലി കിട്ടുമോ എന്ന് അങ്കരാപ്പിൽ വേദനിക്കുന്നവർ പരിശുദ്ധ അമ്മ അവിടെ കരം ഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് യേശുനാമത്തിൽ സ്തുതിക്കട്ടെ. ലോകം മുഴുവനും വീട് കിട്ടി, എന്നിട്ടും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് ദുർന്യായങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പല വശത്തു നിന്നും മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജന്മത്തിൽ അഭിമാനത്തോടെ അഡ്വച്ചുറപ്പുള്ള വീട്ടിൽ കിടക്കാൻ കഴിയുമെന്ന് ഓർത്ത് നെടുവീർപ്പെടുന്നവർ ഒരു വീട് കർത്താവെ ആറ്റക്കുരുവിക്ക് പോലും കർത്താവെ കൂടുകൂട്ടാൻ നീ പ്രതിഭവിലാസങ്ങൾ നൽകി. നിൻ്റെ മക്കൾ നിൻ്റെ ഛായയിലും നിൻ്റെ സാധു സൃഷ്ടിച്ചവർ കർത്താവെ ഒരു മൃഗങ്ങളെപ്പോലെ താമസിക്കുന്ന ആൾക്കാരുടെ പുറംപോക്കിലും
വീടില്ലാതെയും തകരക്കുടലുകളിലും സ്ഥലമില്ലാതെയും എന്ത് കർത്താവ് ഇടിമിന്നലും മഴക്കും പ്രളയത്തിൻ്റെ പേടികളിലും കർത്താവ് ജീവിക്കുന്ന മക്കൾക്ക് സ്വസ്ഥവും സമാധാനവും ശാശ്വതവും സുസ്ഥിരവുമായ വാസസ്ഥലങ്ങൾക്ക് വേണ്ടി ഇടിമിന്നൽ പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവ് ജീവന ഉപാധികള് വാഹനങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, വള്ളങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, മറ്റ് പ്രൈവറ്റ് മേഖലകളെല്ലാം ജോലിയെടുത്ത് ജീവിക്കുന്നവരുണ്ട്. അവരുടെ വരുമാനങ്ങൾ അവരുടെ ചെലവുമായി ഒരിക്കലും ടാലിയാകാതെ മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരുണ്ട്, വേണ്ടത്ര വരുമാനം കിട്ടാത്തവരുണ്ട്. അവിടുന്ന് ചാടിയ വേറെ ജോലി കിട്ടാതെ എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും കണ്ണുനീരുകൾ പരിശുദ്ധ അമ്മ ഉടമ്പടി പ്രകാരം ഏറ്റെടുക്കാൻ വേണ്ടി യേശു നാമത്തിൽ സ്തുതിക്കട്ടെ. ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 30-40 വയസ്സിന് ഇടയ്ക്കുള്ള സ്ത്രീ പുരുഷന്മാരെ സമർപ്പിക്കുന്നു. അവർക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റണില്ല. ഈശോയെ, ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ വരുമാനം ഉണ്ടാക്കുന്നവർ ഇവരെ കാണുന്ന മുറുമുറുക്കുന്ന പോലെ കുടുംബങ്ങളുണ്ട് കർത്താവേ. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കിയിരിക്കുന്നവരുണ്ട് ഈശോയെ. പലതരത്തിൽ ആത്മസങ്കടം അനുഭവിക്കുന്നവരുടെ കണ്ണുനീര് കർത്താവ് അമ്മയെ, പരിശുദ്ധ അമ്മയെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന മക്കളില്ലാത്ത, വിവാഹം കഴിക്കാൻ പറ്റാത്തവർ, ജീവിത പങ്കാളി കിട്ടാത്തവർ, വരുമാന മാർഗമില്ലാത്തതിൻ്റെ പേരിൽ ജീവിത പങ്കാളി കിട്ടാതെ ഏകസ്ഥരായി ഇങ്ങനെ ജീവിതം കൊണ്ട് ഒടുങ്ങിയതുപോലെ തോന്നണവർ, അവരെല്ലാം ഇപ്പോഴും ഈ നിമിഷം അമ്മയെ, പരിശുദ്ധ അമ്മയെ അവിടെ കണ്ണുനീരും വേദനയും ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് സമാധാനം ജീവിക്കാനുള്ള വകുപ്പുകൾ കർത്താവേ കാണിച്ചു കൊടുക്കണമേ, അവർ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവ് ജപ്തി നടപടികൾ ഒന്നിനൊന്നായി വരുമ്പോഴും വസ്തു വിൽക്കാൻ പറ്റാത്തവര് ആരെങ്കിലും വന്നൊന്ന് വിറ്റിരുന്നെങ്കിൽ എല്ലാ കടങ്ങളും മാറ്റി ഒരു വീട് വെച്ച് താമസിക്കാമായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് മാന്യമായിട്ട് ജീവിക്കാമായിരുന്നു. മാന്യമായിട്ട് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് അപ്പനെയും അമ്മനെയും പട്ടിയുടെ വില പോലും കാണാതെ എപ്പോഴും വിഷമിപ്പിക്കുന്ന കുടുംബങ്ങൾ. എന്ത് വിശ്വാസമാണെന്ന് പറഞ്ഞാലും ജീവിതത്തിലെ ഒരു സമാധാനം അനുഭവിക്കാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളും പരസ്പരം മിണ്ടാതെ മുഖത്തോട് മുഖം നോക്കാതെ കണ്ണീരോടെ കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. കർത്താവേ, ആ കുടുംബങ്ങളിലേക്ക് കയറി ചെല്ലണമേ, അവിടെ വേദനകളെ ഏറ്റെടുക്കണമേ, അവർക്ക് സമാശ്വാസം ഈ നിമിഷം ഈ പ്രാർത്ഥന നൽകണമേ. ശ്രദ്ധിക്കട്ടെ. നെഞ്ചൊന്നു നീ
ഭക്തിയോടെ മുട്ട നിൽക്കുക. എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർത്ഥാടനമൊക്കെ വന്നിരിക്കുന്നവരും തീർത്ഥാടന ഉടമ്പടി ചെയ്യുന്നവരും ഓൺലൈനിൽ ഈ ആരാധന കൂടുന്നവരും നിങ്ങളുടെ സ്വകാര്യമായ എന്തെങ്കിലും വിഷയം ആരാധനയ്ക്ക് അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഈ നിമിഷം, ഈ ആരാധന കൂടുന്ന നിമിഷം, അതെപ്പോഴായാലും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ മൗനമായി സമർപ്പിക്കുക. എല്ലാവരും മുട്ട നിൽക്കുക. സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. Amen.